അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്ന അതിപ്രധാനപ്പെട്ട ഒരു ആയത്തിനെ കുറിച്ചാണ്. ദിവസേന 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നമുക്കയും പതിവാക്കി വരുന്ന ആയത്തുൽ കുർസിയുടെ മഹത്വം നമുക്കയും കേട്ടവരാണ്. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഒറ്റ തവണ ഒരാൾ പാരായണം ചെയ്യലിനെ പതിവാക്കിയാൽ അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തടസ്സമായിട്ടുള്ളത് മരണം മാത്രമാണ്. എന്നാൽ ആ ഒരു ആയത്തിന്റെ ഒരുപാട് മഹത്വങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ ആയത്തുൽ കുർസി അലാ അസറൽ ഉദൂഇഹി അഅതാഹുല്ലാഹു സവാബ 40 ആമൻ. ഒരാൾ ഉളൂഹിന് ശേഷം ആയത്തുൽ കുർസി ഒറ്റ തവണ ഓതിയാൽ അദ്ദേഹത്തിന് അള്ളാഹു കൊടുക്കുന്ന മഹത്വം 40 വർഷം ഇബാദത്ത് എടുത്തതിന്റെ സവാബാണ്. 40 വർഷം ഇബാദത്ത് എടുത്തതിന്റെ സവാബ് എന്ന് പറഞ്ഞാൽ 40 വർഷം നോമ്പ് നോൽക്കുകയും നിസ്കരിക്കുകയും ചെയ്തതായ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ 40 പദവികൾ, സ്ഥാനക്കയറ്റം, ആത്മീയമായ പടിക്കയറ്റം, അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കുകയാണ്. 40 ആത്മീയമായ പടിക്കയറ്റം, സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ്. അതേപോലെ തന്നെ സ്വർഗത്തിലെ 40ഓളം ഊർലീങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു തആല വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എല്ലാവരും അവർ ഈ ഒരു പറയാൻ പോകുന്ന ആയത്തുൽ കുർസി വുളൂഹിന് ശേഷം, വുളൂഹ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കരങ്ങൾ അല്ലാഹുവിലേക്ക് നീട്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരു തവണ ആയത്തുൽ കുർസിയും അതേപോലെ തന്നെ മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന സൂറത്തും 3 തവണ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ധാരാളം നന്മകൾ വർദ്ധിപ്പിച്ച് ആഖിറും സന്തോഷകരമാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.